റൈറ്റ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ കാര്യങ്ങളൊക്കെ വന്ന് അത് പത്മകുമാറിനെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കങ്ങളെല്ലാം? തൃപ്തരാണോ താങ്കൾ? വളരെ സ്വാഗതാർഹമാണ്. അതിശക്തമായ രീതിയിലുള്ള അന്വേഷണം വേണം. ആരെയും, അയ്യപ്പന്റെ ഒരു തരി പൊന്ന് കെട്ട ആരെയും വെറുതെ വിടരുത്. ഇത് ഏറ്റവും വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. ഏറ്റവും ശക്തമായ രീതിയിൽ ഇതിൽ അന്വേഷണവും പത്മകുമാർ സാർ അടക്കം ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും ശിക്ഷിക്കുകയും വേണം. താങ്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ എനിക്ക് പത്മകുമാർ സാറിനോട് വ്യക്തിപരമായ ഇഷ്ടവും പരിചയവും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കെട്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാപ്പാക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിന് എന്താ പറയുക, ഒരു ക്ഷമയില്ല. അപ്പം കൂടുതൽ വേണം. ഇതിന്റെ സാമ്പത്തിക തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനാകണം. അങ്ങനെ അതിശക്തമായ രീതിയിൽ ഇതിനെതിരെ നമുക്ക് നടപടികൾ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. താങ്കൾ എന്താണ് കരുതുന്നത്? ഈ പത്മകുമാർ എന്നുള്ള മുൻ അധ്യക്ഷൻ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയില്ലേ? കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ പദവികളിൽ ഇരുന്നവരിലേക്ക്, ചുമതലകളിൽ ഇരുന്നവരിലേക്ക് ഈ അന്വേഷണം എത്തിയാൽ സ്വാഭാവികമായും അത് അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാനും ദശലക്ഷങ്ങൾക്കോ കോടികൾക്കോ വേണ്ടി ആരെങ്കിലും ഈ മഹാപാപവും മഹാകുറ്റവും ചെയ്യൂ? എത്രയോ പേർക്ക് വീതിച്ചു കൊടുക്കാൻ തന്നെയുണ്ട്. അപ്പം വീതിച്ച ഒരാൾക്ക് എന്ത് കിട്ടാനാ? അപ്പൊ യഥാർത്ഥത്തിൽ ഈ മഹാപാപം ചെയ്തത് ദശകോടികൾക്ക് വേണ്ടിയോ ശതകോടികൾക്ക് വേണ്ടിയോ? അവിടെയാണ് സുഭാഷ് കപൂറിന്റെ മെൻഷൻ ഹൈക്കോടതി കൊണ്ടുവരുന്നത്. സുഭാഷ് കപൂറിന്റെ ഈ മാഫിയയ്ക്ക്, അല്ലെങ്കിൽ വിഗ്രഹ മാഫിയ, അമ്പല മാഫിയയ്ക്ക് 1300 കോടിയോളം രൂപയുടെ ബിസിനസ് ആണുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ $6 ബില്യൺ ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിന് വലിയ മാനങ്ങളുണ്ട് എന്ന് ഹൈക്കോടതിയാണ് സൂചിപ്പിച്ചത്, നമ്മളാരുമല്ല. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം. ഏറ്റവും പ്രധാന കാര്യം, ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പടികളും വ്യാജമാണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിന്റെ ഒറിജിനൽ നമുക്ക് എടുക്കണം. ഇവര് മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്ന് നമുക്കറിയില്ല. അത് നമ്മൾ കണ്ടെത്തണം. ആർക്കാണ് വിറ്റതെന്ന് അറിയില്ല. ചിലപ്പം ഭക്തരെ പറ്റിച്ച് വിറ്റതായിരിക്കും. കാര്യം അയ്യപ്പന്റെ സ്വർണ്ണമാണ്, ഞങ്ങൾ പുതിയ ചെയ്യുന്നതുകൊണ്ട് പഴയ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ് ചിലപ്പം വിറ്റതായിരിക്കും. അതും കൂടെ നമ്മൾ കണ്ടെടുക്കണം. ഇവരെല്ലാം അതിശക്തമായ ശിക്ഷ അനുഭവിക്കണം. റൈറ്റ്. രാഹുൽ ഈശ്വറാണ് വിവരങ്ങൾ പ്രതികരിച്ചത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും അന്വേഷണം അങ്ങേയറ്റം വരെ എത്തണം. ഏതറ്റം വരെ പോയാലും, അത് ഏത് ചുമതലയിൽ നിന്നവരാണെങ്കിൽ പോലും ആ അറ്റം വരെ എത്തി അതിൽ മോഷണം നടത്തിയിട്ടുള്ള, ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഡാൻ, ഈ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ പരിശോധനയും ഒക്കെ നടത്തി അവിടെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ഈ പോറ്റിക്കൊപ്പം അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെ പറ്റിയുള്ള വിശദാംശങ്ങളൊക്കെയാണോ തേടുന്നത്? മാത്രമല്ല, ഈ കൂടുതൽ സമ്പത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു നിഗമനമാണോ ഈ ഭാര്യയുടെ ഉൾപ്പെടെ ആസ്തി പരിശോധിക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ ഈ പുറത്തുവിടുന്ന കത്തിൽ പ്രധാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രൊസീഡിംഗ്സ് എന്ന പേരിൽ മറ്റൊരു കത്ത് കൂടിയുണ്ട്. ആ കത്തിൽ എടുത്തു പറയുന്നത്, ഈ ശബരിമലയിലെ ശ്രീകോവിലിന്റെ കേടുവന്ന പ്രധാനപ്പെട്ട കതക് മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്തത്തിലും നിലവിലുള്ള അതേ രൂപത്തിലും അളവിലും ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും ശാസ്ത്രവിധി പ്രകാരവും ദേവസ്വം മരാമത്ത് ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടത്തിൽ പുതിയ കതക് പണിയുന്നതിന് തിരുവാഭരണ കമ്മീഷണർ മേൽനോട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് നിയമപ്രകാരം കതകിൽ സ്വർണം പൂശുന്നതിനും അനുവദിച്ചുകൊണ്ട് ബോർഡ് ഉത്തരവിടുന്നു. അതായത് 2019 ജൂൺ മാസത്തിൽ നൽകിയ ഒരു ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ തട്ടിപ്പ് അവിടെ നടന്നത്. അതിന് കൃത്യമായി ദേവസ്വം ബോർഡിന്റെ അമരത്തുണ്ടായിരുന്ന കെ പത്മകുമാറും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവുമൊക്കെ എങ്ങനെയാണ് ഇടപെടൽ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിലൊരു വ്യക്തത തേടിയാണ് പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയ SIT ഏതാണ്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളും വിദേശ യാത്രകളും അടക്കം വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രാ വിശദാംശങ്ങളടക്കം SIT തേടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഇവർ ചില ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് സംശയമുണ്ട് SITക്ക്. അതിന്റെ ഭാഗമായി അന്വേഷണം ആ ദിശയിലേക്ക് കൂടി നീളുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഭൂമി ഇടപാടുകൾ നടത്താൻ ഉള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് ശബരിമലയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ബംഗളൂരുവിലേക്ക് എത്തിച്ച വാതിൽപ്പാളിയിലെയും കട്ടളപ്പാളിയിലെയും ഒക്കെ
സ്വർണം ഉരുക്കി മാറ്റി ലഭിച്ച സാമ്പത്തിക നേട്ടത്തിൽ നിന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിശദമായി SIT പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇപ്പോൾ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി ഇത്രമാത്രം വലിയ മഹാപാപം ആരെങ്കിലും ചെയ്യുമോ എന്നൊരു അയ്യപ്പ വിശ്വാസി ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്താണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തട്ടെ. എങ്കിൽ പോലും ഈ ഒരു പത്മകുമാറിൽ നിന്നും ഈ വിവരങ്ങൾ തേടുന്ന സാഹചര്യം ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ഗൂഢാലോചനയുടെ പ്രധാന കണ്ണി അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ സ്രോതസ് അത് പത്മകുമാർ ആണെന്നാണോ ഈ അന്വേഷണ സംഘത്തിന്റെ നിഗമനം? നിലവിൽ അത്തരത്തിലാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച സൂചന ദേവസ്വം വിജിലൻസ് ആദ്യം നടത്തിയ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ആദ്യം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ FIR-ൽ 2019 ഭരണസമിതിയെ ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമെന്ന കാര്യം അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഉറപ്പിച്ചത്. പക്ഷേ പത്മകുമാറിനെ നേരിട്ട് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയോ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകുകയോ ചെയ്യുന്ന നടപടികളൊക്കെ കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഉണ്ടായത്. അതിന്റെ കാരണം പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് അടക്കം എത്തിയാൽ മതി, എങ്കിൽ മാത്രമേ അതിൽ കൃത്യമായി കോടതിയിൽ ആ തെളിവുകൾ നിലനിൽക്കൂ എന്നുള്ള ഒരു ബോധ്യത്തിലാണ് SIT അങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് വേണം കരുതാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ഇതിന്റെ ഗൂഢാലോചന ആരൊക്കെ തമ്മിലായിരുന്നു എന്നുകൂടി ഉറപ്പിക്കാനാകുമെന്നൊരു വിലയിരുത്തൽ SITക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ ഒരുപോലെ പരിശോധിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളോ മറ്റേതെങ്കിലും ശബരിമലയുമായി ബന്ധമുള്ള ആചാര്യന്മാരോ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി SITയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റൈറ്റ്. എന്നാലും അന്വേഷണം അത് വിപുലീകരിക്കും. കൂടുതൽ വിവരങ്ങൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പാണ് ഇപ്പോൾ News 18 വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത്, അത് സ്പോൺസറാകാൻ താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്താണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയത്. ആ കത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ഡാൻ കുര്യൻ പുറത്തുവിട്ടത്. നിർണായകമായിട്ടുള്ള സൂചനകൾ, വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അന്വേഷണ സംഘം എന്താണെങ്കിലും ഈ കേസിൽ ഒരു പഴുതടച്ച അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ചും ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾക്കെങ്കിലും. കാരണം മോഷ്ടിച്ചവൻ ആരാണെങ്കിലും കട്ടവനെ പൊക്കിയേ മതിയാകും.